ഹലോ ഗായ്സ്, വെൽക്കം ടു റെജീസ് വേൾഡ്. ഇന്ന് റെജിലയുടെ മോളാണ് സംസാരിക്കുന്നത്. ഞാനിപ്പം ഡയറക്റ്റ് ATM നിന്ന് വന്നിട്ടുണ്ട്. ATM എന്തിനായിരിക്കും? പൈസ എടുക്കാൻ. സോ മമ്മിയുടെ റവന്യൂ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യത്തെ ചടങ്ങ്, അതായത് പൈസ നമ്മൾ ATM നിന്ന് എടുത്തു. പൈസ നമ്മൾ ഇത് സമ്പാദിച്ച ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. യെസ്, മമ്മി ഉണ്ടാക്കിയ പൈസ, മമ്മി സമ്പാദിച്ച പൈസ. അങ്ങനെ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം ദാ. ഗായ്സ്, അങ്ങനെ മമ്മിയുടെ പൈസയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു. എനിക്ക് ചിക്കൻ വാങ്ങിച്ചു തന്നു, പിസ്സ വാങ്ങിച്ചു തന്നു, പിന്നെ എന്താണ്, കോഫി കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി. വാട്ട്സ് എ ബിഗ്ഗസ്റ്റ് തിങ് ഇസ്, മമ്മിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു സാധനവും കിട്ടിയിട്ടില്ല. എല്ലാം വാപ്പായിരുന്നല്ലോ. അപ്പം ഇപ്പം വാപ്പ ഇല്ലാത്ത സിറ്റുവേഷനിൽ ഞങ്ങൾ സമ്പാദിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാളും എനിക്ക് ഗ്രേറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്, ഒരു ഹൗസ് വൈഫായിട്ട് ഇരുന്നുകൊണ്ട് ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. അപ്പം അങ്ങനെ ആലോചിച്ച് തിന്നപ്പം ഒരു സംതൃപ്തി, വയറ് ഭയങ്കരമായിട്ട് വീർത്തു. ഷീ ഹാപ്പിയാണ്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡേ. പൈസ ആക്ച്വലി വന്നിട്ട് കുറച്ച് ദിവസമായി. 22-ാം തീയതിയാണ് ഞങ്ങൾക്ക് പൈസ മീൻസ് യൂട്യൂബ് റവന്യൂ റിലീസ് ചെയ്തത്. അപ്പം ഞങ്ങൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് ബ്രദറും കൂടെ വന്നിട്ട് ഒരുമിച്ച് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഇന്ന് ATM നിന്ന് പൈസ എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും, പൈസ എടുത്ത് മമ്മിയുടെ കയ്യിൽ കൊടുത്തപ്പോഴത്തേക്കും സത്യം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ അക്കൗണ്ടിൽ, സത്യമാണ്, ഞാൻ ഇന്നേ വരെ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഞാൻ മാറിയിട്ടില്ല, വന്നിട്ടില്ല, കണ്ടിട്ടില്ല. സ്വന്തമായിട്ടും ഇന്നേ വരെ പൈസ തൊഴിലുറപ്പിന് പോയ സമയത്ത്, പക്ഷെ അന്ന് ആരോഗ്യമെല്ലാം പോയി, വല്ലാത്തൊരവസ്ഥയാണ്. മാസം 300, അല്ല ഒരു പണിക്ക് 300 രൂപയോ 312 രൂപ ഉണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് 100 പണി ചെയ്തു. പക്ഷെ എൻ്റെ ആരോഗ്യമൊക്കെ എന്തോ ഇത്രയും തുക ഒരുമിച്ച് ഇങ്ങനെ കിട്ടിയപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ഫീൽ. ആൻഡ് മക്കളായി ഞങ്ങൾക്ക് അതിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയത് ഒരു ഹൗസ് വൈഫായ ഒരു മദറിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ കിട്ടിയതിൽ, ആദ്യമായിട്ട് ഫുഡൊക്കെ വാങ്ങിച്ച് തന്നപ്പം ഒരു ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ അതാണ് ആ ഒരു മൊമെൻ്റ് എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി. ഗൈസ്, അങ്ങനെ പൈസയൊക്കെ മാറിയെടുത്ത് ആദ്യമായിട്ടാണ് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ പൈസ കാണുന്നത്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വരുമാനമാണ് കിട്ടിയത്. വളരെ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ മക്കളും സന്തോഷത്തിൽ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച്, എന്നെ കൊണ്ട് അതൊക്കെയല്ലേ പറ്റുള്ളൂ. എൻ്റെ ആദ്യമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് സന്തോഷമായിട്ട് അവർ ഫുഡൊക്കെ കഴിച്ച്, അങ്ങനെ സന്തോഷമായിട്ട് നമ്മൾ വീട്ടിൽ വന്ന്. പിന്നെന്തേലും പറയാനുള്ളത്, ഇതൊക്കെ തന്നെ. ഞങ്ങൾ വന്ന് കയറിയതേ ഉള്ളൂ. പൈസ എടുക്കുന്ന ഇന്ന് തന്നെ, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാമായിരുന്നു, നോക്കിക്കോ മോണിറ്റൈസ്ഡ് ആയി പൈസ എടുക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ എടുക്കും എന്നൊക്കെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. പിന്നെ 4 മാസം കഴിഞ്ഞല്ലേ ഞാൻ 3 മാസമായപ്പോൾ മോണിറ്റൈസ്ഡ് ആയി. 3 മാസം, അതായത് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം പിന്നെ നമ്മൾ 1 മാസം വെയിറ്റ് ചെയ്യണം. ലൈക്ക് ആ ഒരു മന്തിലെ ത്രെഷോൾഡൊക്കെ മീറ്റ് ചെയ്യാൻ, അതായത് $100 $100 ആകുമ്പോഴാണ് ശരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിനിമം ത്രെഷോൾഡ് എന്ന് പറയുന്നത് $100 ആണ്. അപ്പോൾ $100 ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും 1 മാസം വെയിറ്റ് ചെയ്തു. അതിന് ഇത്രയും ഡിലേ വന്നത്. എത്രയാണ് കിട്ടിയത് എന്ന് പറയുന്നില്ല. ഒരു $100 ആവുമ്പോഴാണ് നമുക്ക്, അതാണ് എൻ്റെ ഒരു മിനിമം എന്ന് പറയുന്നത്, വിഡ്രോ ചെയ്യാനുള്ളത്. നമുക്ക് എത്ര കിട്ടിയെന്ന് പറയാത്തതിൻ്റെ റീസൺ അതാണ്, യൂട്യൂബ് പോളിസി ഉണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. നമ്മൾ ഇത്രയൊന്നും എത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷെ നമുക്ക് ഉള്ളിൽ, നമുക്കെന്ന് വെച്ചാൽ നമ്മളുമായി സപ്പോർട്ട് ചെയ്തു, പറ്റുന്ന മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്തു.
അപ്പം പക്ഷേ ഉമ്മയുടെ ആ ഒരു ഡിറ്റർമിനേഷൻ കൺസിസ്റ്റൻസി ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് പൈസ ATM കയറി പൈസ എടുക്കാൻ പറ്റിയത്. കാരണം എല്ലാ ദിവസവും ഉമ്മാക്കൊരു വാശിയായിരുന്നു, എല്ലാ ദിവസവും വീഡിയോ ഇടണം, എല്ലാ ദിവസവും എന്തൊക്കെ വന്നാലും എന്നെ കൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റൂല, അതിന് ഞാൻ എഡിറ്റ് ചെയ്യും. ഞാൻ പിറക്കെ കൊണ്ട് അവളെന്ത് ചെയ്താലും അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം 2 വീഡിയോ വെച്ചിട്ട് ഇട്ടും കുറയാതെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. സബ്സ്ക്രൈബും കയറി 13,000 സബ്സ്ക്രൈബ് കഴിഞ്ഞു അല്ലേ. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് വരും, സ്വാഭാവികം. അത് നമ്മൾ മൈൻഡ് ചെയ്യാം. നെഗറ്റീവ് വന്നിട്ടുണ്ട്, അതേസമയം പോസിറ്റീവും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന്റെ നെഗറ്റീവ് കളഞ്ഞിട്ട് മാക്സിമം കമന്റ്സ് നമ്മളങ്ങ് റിമൂവ് ചെയ്തങ്ങ് കളയണേണ. നമ്മളതിലിട്ടേക്കില്ല. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ളവരായിരിക്കും ഈ കുട്ടി ഇരുന്ന് നെഗറ്റീവ് ഇടുന്നത്. ആർക്കായിരുന്നാലും ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണും വെച്ച് വേറൊരു ജോലിയിൽ, ഇപ്പം എനിക്ക് അങ്ങനെ ജോലി ചെയ്യത്തില്ല, തൊഴിലുറപ്പായിരുന്നു 1 വർഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കൈ ഒടിഞ്ഞ് സുഖമില്ലാതെയൊക്കെ ആയി. അങ്ങനെ ആയപ്പോഴാണ് ഞാൻ ഒരുമാതിരി വിഷമിച്ച് ടെൻഷൻ അടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മക്കൾ പറഞ്ഞത്. കൂടുതലും മോനായിരുന്നു. ഇക്കയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഉമ്മക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു ചാനൽ തുടങ്ങണം എന്നിങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അതെങ്ങനെ തുടങ്ങണം, നമ്മളെന്ത് കണ്ട് ചെയ്യും, അങ്ങനെയൊക്കെ ഒന്നും അറിഞ്ഞു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇക്കയാണ് പറഞ്ഞത് നമുക്ക് ചാനൽ എന്തായാലും തുടങ്ങാം, കുക്കിംഗ് ചെയ്ത് തുടങ്ങാം എന്ന്. പിന്നെ കുക്കിംഗ് ചെയ്ത് തുടങ്ങിയപ്പോൾ വ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. നമ്മൾ അതുമല്ല ഇരട്ടി പണിയായിരുന്നു, നമുക്ക് ചിലവുകളും. നമ്മൾ പാചകം ചെയ്ത് കഷ്ടപ്പെടും, അത് ഒരുപാടാണ്. അപ്പം ഇക്ക തന്നെയാണ്, എൻ്റെ ബ്രദർ തന്നെയാണ് പറഞ്ഞത് നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്താലോ. അപ്പം സംസാരിക്കാൻ കുറച്ച് ഇതുണ്ടെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഒന്നും അറിഞ്ഞിട്ടല്ലല്ലോ ചെയ്യണത്. അത്യാവശ്യം വ്യൂ ഒക്കെ കയറിക്കൊണ്ടിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് 5K ആയി. 1 മാസമായപ്പോൾ 5K ആയപ്പോഴാണ് ശരിക്കും ബന്ധുക്കളൊക്കെ ഒരുവിധം എല്ലാവരും അത് 2 സബ്സ്ക്രൈബ്, എല്ലാം മോളും മോനും മാത്രം. ആ 2 സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഞാൻ കയറി. ആർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തതുമില്ല, ആരും അറിഞ്ഞതുമില്ല. 5K ആയപ്പോഴത്തേക്ക് ഒരു ഷോർട്സ് വൈറലായി 3 മില്യനായി. ഷോർട്സ് കയറിയത് കൊണ്ടാണ് അത് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. സപ്പോർട്ട് ചെയ്തവർക്ക്, നെഗറ്റീവ് കമൻറ്റ് ഇട്ടവർക്കും, പോസിറ്റീവ് കമൻറ്റ് ഇടുന്നവർക്കും വളരെ വളരെ ഇതെന്ന് പറയണം കിട്ടിയ ആദ്യത്തെ വരുമാനം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ശരിക്കും ഞങ്ങൾക്കൊരു വാശി ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ. പലരുടെ മനസ്സിലും നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ അന്നൊക്കെ പറയുമായിരുന്നു. ആ പുച്ഛത്തോടെ ചിരിച്ചവരും ഉണ്ട് യൂട്യൂബ് ചാനലുണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ചിരിച്ചവരും ഉണ്ട്, കളിയാക്കിയവരും ഉണ്ട്. അതൊന്നും നമ്മൾ തളരില്ല, അങ്ങനെ തളരുകയും ചെയ്യരുത്, ആരും തളരരുത്. അപ്പം ഞങ്ങൾ ഒരുപാടൊന്നും സ്വപ്നമൊന്നും കാണുന്നില്ല. ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടിയത് എന്തോ ഒരു ഭാഗ്യവും സന്തോഷം, എല്ലാം ഭയങ്കര സന്തോഷം ഒക്കെ തന്നെയല്ലേ, ഒന്നും പറയാനൊന്നുമില്ല. അപ്പം പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഓൾ ദ ബെസ്റ്റ്. തളരരുത്. സപ്പോർട്ട് ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മതി. ആരും ഇല്ലെങ്കിലും നിങ്ങളുണ്ടല്ലോ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം പറ്റും. അപ്പം അതൊക്കെ തന്നെയാണ് മമ്മി. വേറൊന്നും നല്ല മീൻസ് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, ഒരു വിഷയമുണ്ട്. ഇപ്പം ഈ രാത്രി ഇരുട്ടിപ്പോയി, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.